ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദിസ് ഓർ ദാറ്റ് ആണ്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആമി ഓർ ആമിച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആമി എന്നുള്ള നെയിം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നെയിമാണ്. ആമി എന്നുള്ളത് എൻ്റെ ഒരു നിക് നെയിമാണ്. അഭിരാമി അശോക് യാദവ് എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. ആമിച്ചി എന്നുള്ളത് വിച്ചുവേട്ടൻ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട്. ആമിച്ചി എന്നുള്ള പേരിനോട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടം കൂടുതലാണ് ആമീനെയും കാട്ടിയും. പക്ഷെ ആമി എന്നുള്ളത് എൻ്റെ ഐഡന്റിഫിക്കേഷൻ നെയിം ആയതുകൊണ്ട് എനിക്ക് ആമി എന്നുള്ള നെയിം കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ ആമിച്ചി എന്നുള്ളത് വിച്ചുവേട്ടൻ വിളിക്കണ നെയിമാണ്, അതിനോടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ പറയുക രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അടുത്തത് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി അച്ഛനെ കുറിച്ച് ഒന്ന് പറയുമോ, ഒന്ന് കേൾക്കാനാ കുഞ്ഞേച്ചി ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്രിമയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ അച്ഛൻ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് അത്രത്തോളം തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. എന്താ പറയുക നമ്മുടെ കണ്ണുണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയില്ല, അത് പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ വില നന്നായിട്ട് അറിയാം. എനിക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഫിനാൻഷ്യലി അത്ര ഇല്ലവരൊന്നും അല്ല കേട്ടോ. ഭയങ്കര എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. അച്ഛൻ കോറ എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. കോറയിൽ കല്ല് മുറിക്കണ ജോലിയായിരുന്നു. അമ്മ അവിടെ കഞ്ഞി വെക്കണ ആളായിരുന്നു. ഇപ്പോൾ ഷോപ്പ് ഉണ്ട് ഇതേയുള്ളൂ. അല്ല മുന്നേ ഭയങ്കര എന്താ പറയുക സാധാരണ ഫാമിലിയാണ് ഞങ്ങൾ. അപ്പോൾ ഒരു ദിവസം എല്ലാവരും ടൂറ് പോകുമായിരുന്നു സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാൻ, അമ്മേൻ്റെ ഇല്ല എന്തായാലും പൈസ ഇല്ല. അപ്പോൾ അച്ഛനോട് ചോദിക്കാൻ ഒരു പേടിയായിരുന്നു. എന്താ പറയുക അച്ഛന് ഭയങ്കര സങ്കടം, അഥവാ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അച്ഛന് സങ്കടം. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടൂറ് പോണതിൻ്റെ തലേ ദിവസം മാഷ് പറഞ്ഞു, സാരില്ല നീ വാ, നിന്റെ പൈസ നമ്മൾ ഇപ്പം എടുക്കാം, പിന്നെ വന്നിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും പോകണ്ട, ഉള്ള പൈസ നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എവിടുന്നോ ഒരു 2500 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക 2500 എന്ന് പറയുമ്പോൾ ഭയങ്കര ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത്ര ചിലപ്പോൾ അത് തമാശയായിട്ട് തോന്നും. പക്ഷെ ആ സമയത്ത് 2500 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഇപ്പോഴും വലിയ എമൗണ്ട് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എന്താ പറയുക അത് അച്ഛൻ എവിടുന്നോ കടം വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ട് എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും കയ്യിൽ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും കയ്യിൽ ഇങ്ങനെ പോയ സമയത്ത് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ കയ്യിലും 1000-1500 രൂപയൊക്കെ അവരവരുടെ പാരൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടില്ല. 2500 രൂപ അച്ഛൻ കടം വാങ്ങിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടില്ല, അച്ഛൻ എനിക്ക് കയ്യിൽ പിടിക്കാൻ ക്യാഷ് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ പറയുക അപ്പോൾ ആകെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായത് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ അതും 10ൻ്റെ കുറേ നോട്ട്, 9 നോട്ട്, എനിക്ക് ഓർമ്മയാണെങ്കിൽ അങ്ങനെയാണ്. 10ൻ്റെ 9 നോട്ടാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛന് കുറേ പൈസയൊക്കെ എനിക്ക് തരണമെന്നുണ്ട്. അതായത് എല്ലാവരും മക്കളെ പോലെ ഞങ്ങളെ വിടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ 90 രൂപ അച്ഛൻ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇതിപ്പോൾ കയ്യിൽ വെക്ക്, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല തരാൻ വേണ്ടിയിട്ട്. എന്താ പറയുക 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും 1000-1500 രൂപയൊക്കെ കൊണ്ടുവരണ സമയത്ത് ഞാൻ ആകെ കൊണ്ടുപോയത് 90 രൂപയാണ് സ്കൂളിൽ ടൂറ് പോയ സമയത്ത്. അപ്പോൾ അച്ഛനെ നമ്മളോട് മക്കളോടുള്ള സ്നേഹം ഓർത്ത് വെക്കുക. എന്താ പറയുക ആ 90 രൂപ എനിക്ക് നീട്ടുമ്പോഴുള്ള അച്ഛൻ്റെ എന്താ പറയുക സങ്കടം നിറഞ്ഞ ഒരു ചിരിയുണ്ട്. എനിക്ക് കൂടുതൽ തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ആ 90 രൂപ വെച്ചിട്ടാണ് ഞാൻ പോയത്. എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും എന്താ പറയുക ഒന്നും വാങ്ങിച്ചില്ല. കാരണം 90 രൂപ എന്താ പറയുക ആ സമയത്ത് ഒരു വാച്ച് എടുത്താൽ തന്നെ 120 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ 90 രൂപ ഞാൻ കൊണ്ടുപോയി എന്തോ അത്യാവശ്യം 2 സാധനങ്ങൾ അച്ഛനും അമ്മക്കും കൂടി വാങ്ങിച്ച്, ബാക്കി 10-20 രൂപ ഞാൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പം അച്ഛനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. കാരണം എന്താ പറയുക ഇപ്പം ഈ സ്ഥാനത്ത് നിൽക്കണപ്പോൾ എന്താ പറയുക അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. എന്താ പറയുക അത് വേറെ തന്നെ ഒരു
ഫീലിംഗ് ആണ്. എങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ ചിരി വരും, കൂടെ പാരൻസ് ഉള്ളവർക്കൊക്കെ ചിരി വരും, എന്താ ഇവള് പറയണത്, കാര്യമാണ് ഇവള് പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറയാണ്, നമ്മളെ കൂടെ പാരൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്താ പറയുക അവരെ സന്തോഷിപ്പിക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ സ്നേഹിക്കുക. കാരണം അത് ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ ഈ കോളേജിലൊക്കെ എനിക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലവർ അച്ഛനൊക്കെ ഇങ്ങനെ ബൈക്കും കാറൊക്കെ എടുത്തിട്ട് വരും. പക്ഷെ എനിക്കപ്പോൾ അത് കാണുമ്പോണ്ടല്ലോ അവർ അച്ഛനിങ്ങനെ PT മീറ്റിങ്ങിനൊക്കെ കയറുമ്പോൾ വരുമ്പോൾ അവർ പോയി കൈയൊക്കെ പിടിച്ച് അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ നെഞ്ചിങ്ങനെ എന്തോ എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കൊതിയാണ് കേട്ടോ. ഈ അച്ഛനൊക്കെ കൂടെ ഇല്ലാത്തവർ അല്ലെങ്കിൽ മരിച്ചുപോയവരൊക്കെ അവർക്ക് വേറെ പാരൻസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് കേട്ടോ. എന്താ പറയുക, നമുക്കിങ്ങനെ തോന്നും അയ്യോ നമുക്കും കൂടി ഉണ്ടെങ്കിൽ നമ്മളും കൂടി അങ്ങനെ എൻജോയ്മെന്റ്. എനിക്ക് ഇപ്പം തന്നെ തോന്നാറുണ്ട് കേട്ടോ. ടിക്ടോക്ക് ഉണ്ടാവുന്ന സമയത്ത് അധിക പേരും ഇങ്ങനെ അച്ഛനും അമ്മയായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക ഓരോരോ കമന്റ്സ് ഒക്കെ വായിക്കും ഞാൻ അതിലില്ല. അയ്യോ എന്ത് ഭാഗ്യവതിയാണ്, അച്ഛനും അമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ക്യൂട്ട് ഡാഡി, അല്ലെങ്കിൽ എന്തൊക്കെയോ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളെ നെഞ്ചിലുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്ക് അച്ഛനും അമ്മ ഉണ്ടായത് അവരുടെ ഭാഗ്യം, നമ്മുടെ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് അത് സൈഡാക്കാൻ വിചാരിച്ചിട്ടല്ല, എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ പാരൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക, സ്നേഹിക്കുക. എന്താ പറയുക, ഇല്ലാത്തവർക്ക് അതിൻ്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കിപ്പോഴും അച്ഛൻ കൂടെ വേണം, എന്താ പറയുക, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നലാണ്. കാരണം നമ്മൾ ഓരോരുത്തർ വന്ന് എനിക്ക് ചില സമയത്തൊക്കെ ട്രോളൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തനും വന്ന് ചൊറിയാൻ നിൽക്കൂലായിരുന്നു എന്ന് തോന്നാറുണ്ടായിരുന്നു. അച്ഛനൊരു ധൈര്യം തന്നെയാണ്, ഏത് പെൺമക്കളായാലും ആൺമക്കളായാലും അച്ഛൻ എന്നുള്ളതൊരു ധൈര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് കെയർ ചെയ്യുക അച്ഛനും അമ്മേനെയും, രണ്ടാളും ഈക്വലാണ്. ഇപ്പോൾ കുറച്ച് പേര് എന്നോട് ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോ അമ്മ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടി ഞാൻ ഇതിൽ പറയാണ്. അച്ഛനായാലും അമ്മയായാലും ഒരാൾ ജന്മം തന്നതും ഒരാൾ ജന്മം തരാൻ കാരണമായ ആളാണ്. അപ്പോൾ രണ്ടാളും നമുക്ക് ഈക്വലാണ്. ഓരോരുത്തരെ ഓരോരോ കണ്ണിലൂടെ കാണാതിരിക്കുക, രണ്ടുപേരെയും ഒരു കണ്ണിലൂടെ തന്നെ കാണാൻ ശ്രമിക്കുക. അച്ഛനും അമ്മയും ഈക്വലാണ്. എന്തൊക്കെ നമ്മളെ വഴക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മളെ എന്താ പറയുക മോശം പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചാലും അച്ഛനും അമ്മയും ഓൾവേസ് എന്താ പറയുക കളങ്കമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നത് അവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സത്യസന്ധമായി നമ്മളെ സ്നേഹിക്കുന്നത് അവർ മാത്രമായിരിക്കും. പിന്നെ ലൈഫ് പാർട്ട്ണറും ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും. പക്ഷേ പെർഫെക്റ്റ് എന്ന് പറയാൻ അച്ഛനും അമ്മയും മാത്രമായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇനി ഇതിനെ പറ്റി ആരും പറയാൻ വരണ്ട. അപ്പോൾ അത് നമുക്ക് അവിടെ നിർത്താം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ കാർ ഓർ ബൈക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ബൈക്കാണ് ഇഷ്ടം. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് നെക്സ്റ്റ് മന്താണ്. കാറും ബൈക്കും ഓടിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ബൈക്കാണ് കൂടുതൽ ഇഷ്ടം. ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകാനാണ് ഇഷ്ടം, അത് വിച്ചാറിനപ്പുറം പോകാനാണ് ഇഷ്ടം. ഹോളിഡേയ്സ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നവരായിരിക്കുമല്ലോ അധിക പേരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1xBet എന്നാണ് ആപ്പിന്റെ പേര്. നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ് ആയ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ ആവട്ടെ അല്ലെങ്കിൽ ഈ സ്പോർട്സ് ആവട്ടെ, അങ്ങനെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ടീംസ് ഉണ്ടാവും. അപ്പോൾ ആ ടീമുമായിട്ട് നിങ്ങൾ ബെറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം $100 ആണ് കിട്ടുന്നത് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ. അപ്പോൾ ഒട്ടും വൈകണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പ്രൊമോ കോഡും ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് യൂസ് ആക്കിയിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്രൊമോ കോഡ് യൂസ് ആക്കിയിട്ട് ബെറ്റ് കളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കാസർഗോഡ് ഓർ TM എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി ചോദിക്കാറുണ്ടോ? കാസർഗോഡിന്റെ മകൾക്ക് പിന്നെ കാസർഗോഡ് പിന്നെ ഉയരല്ലേ. കാസർഗോഡ് തന്നെയാണ് എനിക്ക് ജീവൻ. കാസർഗോഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. TM ആയാലും കൊച്ചി ആയാലും എറണാകുളത്തായാലും എവിടെയായാലും കാസർഗോഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ട് റെഡ് ഓർ ബ്ലൂ. എനിക്ക് റെഡാണ് ഇഷ്ടം. എനിക്ക് റെഡ് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ ഇഷ്ടമാണ്, എന്നാലും റെഡിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്സപ്പ് ഓർ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളതും കൂടുതൽ ആൾക്കാർ എന്നോട് സംസാരിക്കണതും. എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ തന്നെ മടിയാണ്. ഞാൻ വാട്സപ്പ് അധികം ഉപയോഗിക്കാത്ത ആളാണ്. DP ഒന്നും അധികം ഇടാത്ത ആളാണ്. സ്റ്റാറ്റസ് ട്രെയിൻ പോലെ ഇടുമെങ്കിലും DP ഒന്നും അധികം ഇടാറില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം അതിൽ നമുക്ക് ട്രോൾസ് വായിച്ചിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, ന്യൂസ് ആയാലും എല്ലാം ഉണ്ട്.
പക്ഷെ വാട്സപ്പ് എനിക്ക് ചടപ്പാണ്, എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, സ്മോൾ ഹൗസ് ഓർ ബിഗ് ഹൗസ്. വീട് ഇപ്പൊ ചെറുതായാലും വലുതായാലും നമുക്ക് സമാധാനം ഉണ്ടായാൽ മതി. നല്ല മനസ്സോടെ ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചാൽ തന്നെ പൊളിയായിരിക്കും നമ്മുടെ ലൈഫ്. ഇപ്പൊ എന്റെ വീട് പറയുന്ന സാധാരണ വീടാണ്. എന്ന് വെച്ച് എനിക്കൊരിക്കലും അയ്യോ വലിയ കൊട്ടാരം വേണമെന്നോ അല്ലെങ്കിൽ ഈ വീട് മോശമാണെന്നോ നാണക്കേടോന്നോ ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നാറ് ഈ വീട് പോലും ഇല്ലാത്ത തെരുവിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു എന്താ പറയുക, മഴ വരുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഈ വീട് കെട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ചാപ്പാന്നൊക്കെ ഇവിടെ പറയും, എന്താ പറയുക, പുല്ലല്ല, ഓല വീട്, ഓല വീടായിരുന്നു, കട്ട വെച്ചിട്ട് ഓല വീടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എണീറ്റിരിക്കും, എന്താ പറയാ, ഫുള്ള് നനയും. ഇവിടെ കിടക്കുന്ന സമയത്ത് തലമേലെ വെള്ളം പോകും, താഴെ കിടക്കുന്ന സമയത്ത് കാലിനെടുക്ക വെള്ളം പോകും. അങ്ങനെ ഉണ്ടായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പാത്രമൊക്കെ കൊണ്ടുവെക്കും, ഓരോരോ മൂലക്ക് കൊണ്ടുപോയിട്ട് ഓരോരോ പാത്രം കൊണ്ടുവെക്കും. അപ്പൊ അത് വിചാരിക്കുന്ന സമയത്ത് ഈ വീട് എന്ന് പറയുന്നത് വലിയ കൊട്ടാരം തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പറയുന്നത് സ്മോൾ വീടായാലും അല്ലെങ്കിൽ ബിഗ് വീടായാലും നമ്മൾ അതിൽ ഹാപ്പി ആണോ പിന്നെ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ചിലർക്കൊക്കെ നാണക്കേടാണ് കേട്ടോ, അയ്യോ എൻ്റെ കുഞ്ഞു വീടാണ്, എൻ്റെ പണി തീരാത്ത വീടാണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനൊന്നും അവരെ വീട്ടിലേക്ക് വിളിക്കൂല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് അങ്ങനെ ഇല്ല മൈൻഡുള്ളവരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിലും അവരൊക്കെ പറയടി എൻ്റെ വീട് ചെറുതാണ് അപ്പം എനിക്ക് എന്തോ പോലെയാണെന്ന് അവരെ വിളിക്കാന്നുള്ള മൈൻഡുള്ളവർ കുറേ പേരുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അന്തസ്സായിട്ട് ആ വീട്ടിൽ ജീവിച്ചാൽ മതി. എന്താ പറയുക, ബാക്കിയുള്ളവരെ കട്ടിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തോൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പറ്റിച്ചിട്ടോ ഉണ്ടാക്കി ക്യാഷും കൊണ്ടാക്കിയ വീടല്ലെങ്കിൽ നമ്മൾ പൊളിയായിട്ട് ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചാൽ തന്നെ പൊളിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രൈഡ് റൈസ് ഓർ ബിരിയാണി. എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം, ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമില്ല. കഴിക്കും, പക്ഷെ എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഭയങ്കര ഇഷ്ടം. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ. എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നീളമുള്ള മുടി നല്ല പോലെ എന്താ പറയുക, ഈടെ തട്ടുന്ന പോലത്തെ മുടി വേണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇല്ലത് ഇത്രയല്ലോ, അതുകൊണ്ട് എനിക്ക് ഇല്ലതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് എനിക്ക് താല്പര്യം. വിത്തൗട്ട് മേക്കപ്പ് ഓർ വിത്ത് മേക്കപ്പ്. എന്നെ കണ്ടിട്ട് ഇപ്പം മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് മേക്കപ്പ് ഇടുന്നതും ഇഷ്ടമാണ്, മേക്കപ്പ് ഇടാതിരിക്കുന്നതും ഇഷ്ടമാണ്. മേക്കപ്പ് എനിക്ക് ഇടാൻ അറിയില്ല സത്യം പറഞ്ഞാൽ, കണ്ണെഴുതാൻ മാത്രം അറിയാം. കാരണം ഞാനൊരു നാട്ടുപുറത്തുകാരിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും മേക്കപ്പ് ഇട്ട് നടക്കുന്നവരൊന്നുമല്ല, സാധാരണ ലുക്കിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ മാത്രം അങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. സോ എനിക്ക് മേക്കപ്പ് ഇടാൻ അങ്ങനെ അറിയില്ല. പക്ഷെ മേക്കപ്പ് ഷൂട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഇട്ടിട്ട് ഫോട്ടോസ് ഇടാനും വീഡിയോസൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാംഗിൾസ് ഓർ വാച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വാച്ചാണ് കൂടുതൽ ഇഷ്ടം, വള ഞാൻ അങ്ങനെ ഇടാറില്ല. ഇത് എനിക്ക് സനലേട്ടൻ തന്നെയാണ് കേട്ടോ, വിജിചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, തന്നതല്ല എടുത്തതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വാച്ചും ഇഷ്ടമാണ്. ബാംഗിൾസ് ഞാൻ അധികം ഇടാറില്ല. ഓക്കെ, ക്രഷ് ഓർ ലവർ. എനിക്ക് ക്രഷ് ഒന്നുമില്ല, സോ ലവറിനാണ് ഇഷ്ടം. മോഡേൺ ഓർ ട്രഡീഷണൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മോഡേൺ ആയിട്ടും ഞാൻ വലിയ കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് നാടൻ ലുക്ക് തന്നെയാണ് ചേരുക. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ലുക്കാണ് കൂടുതൽ ഇഷ്ടം. അബുവേട്ടൻ ഓർ കിച്ചുവേട്ടൻ. എന്നെ കൊല്ല്, കുടുംബകലഹം ഉണ്ടാക്കും നിങ്ങള്. എന്താ പറയാ, അബുവേട്ടൻ എന്നുള്ളത് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താ പറയാ, ആ ഒരു ലെവലിൽ പോണ ആളാണ്. കുഞ്ഞേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ബ്രദർ, ആ ലെവലിൽ പോണ ആളാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിനുള്ള ആൻസർ പറയാൻ പറ്റില്ല. രണ്ടാളെയും ഇഷ്ടമാണ്. ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം. രണ്ടും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റിനോടാണ് കൂടുതൽ ഇഷ്ടം. ചോക്ലേറ്റ് ഒക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ, സ്ഥലം ഇല്ലെങ്കിൽ, വെക്കാൻ സ്ഥലമില്ലെങ്കിൽ എനിക്ക് അയച്ചറിട്ടാ. എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ചിന്നു ചേച്ചി ഓർ രാജുവേട്ടൻ. പിന്നെ ഈ കുടുംബകലഹം ഉണ്ടാക്കുമല്ലോ. ഏട്ടത്തി എന്ന് പറഞ്ഞാൽ ഏട്ടൻ കൊല്ലും, ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഏട്ടത്തി കൊല്ലും. ഇപ്പം ആരെ പറയേണ്ടത്? രണ്ടാളെ ഇഷ്ടമാണിപ്പാ. എനിക്ക് രണ്ടാളെ ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ കമ്പനി ആയിട്ടുള്ളത് രാജേഷ് ചേട്ടനോടാണ്. കോള് ചെയ്യുന്നതുമായാലും മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ സങ്കടം പറയണതായാലും രാജേഷ് ചേട്ടനോടാണ്. കൂടുതൽ കമ്പനി രാജേഷ് ചേട്ടനോടാണ്. പക്ഷെ എനിക്ക് രണ്ടാളും ഭയങ്കര ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാളെയും. അത്രേ ഉള്ളൂ. മാത്സ് ഓർ സയൻസ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല. ഇത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ ഈ കമന്റ്? കേക്ക് ഓർ ഐസ്ക്രീം. കേക്ക് 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 ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വോയിസ് കോൾ ഓർ വീഡിയോ കോൾ.
എനിക്ക് വീഡിയോ കോളാണ് ഇഷ്ടം. വിജിത്തായിട്ട് വീഡിയോ കോൾ ആക്കുന്നത് ഇഷ്ടം. കാരണം വീഡിയോ കോൾ ആക്കുമ്പോൾ ദേഷ്യപ്പെട്ടാലും എനിക്ക് മനസ്സിലാവും അവ ചുമ്മാ ദേഷ്യപ്പെട്ടാണ്. പക്ഷെ വോയിസ് കോളിൽ എന്താടി എന്തിനു കിടന്ന് വിളിക്കണത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാവും. പക്ഷെ കോളാക്കുന്ന സമയത്ത് എന്തിനു കിടന്ന് വിളിക്കണത് ചോദിക്കും ഞാൻ ചിരിച്ച വിജിത്തേട്ടൻ ചിരിക്കും. അപ്പോൾ വീഡിയോ കോളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബ്ലാക്ക് ഓർ വൈറ്റ്? ക്ലാസിക്കൽ ഡാൻസ് ഓർ സിനിമാറ്റിക് ഡാൻസ്? രണ്ടും ഇഷ്ടമാണ്. കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടം സിനിമാറ്റിക് ഡാൻസ് ആണ്. എന്നാലും ക്ലാസിക്കൽ ഡാൻസ് ആണ് ഞാൻ പഠിച്ചത്. 6 വർഷം ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിച്ചത്. ഉപകാരമൊന്നും ഉണ്ടായിട്ട. അത് സിനിമാറ്റിക് ഡാൻസ് ആണ് ഇഷ്ടം. ആ ചേച്ചി അമ്മമ്മ ആണോ അച്ചമ്മ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരും ഇല്ല. രണ്ടുപേരുടെ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടില്ല. സോ എനിക്ക് അറിയില്ല ഇതിനുള്ള ആൻസർ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ദിസ് ഓർ ദാറ്റ് അല്ല കേട്ടോ. സേ യുവർ 3 ബെസ്റ്റീസ് നെയിംസ്. പറയാലോ. ജെറിൻ ജോസി, ശില്പ ചന്ദ്രൻ, പറാന. 3 ആളെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അവർ മാത്രമേ എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവരെയാണ് ഇഷ്ടം. പിന്നെ ഫേവറേറ്റ് സോങ് ഏതാ ചോദിച്ചിട്ടുണ്ട്. ഇന്നും കൊഞ്ചം നേരെ ഇരുന്നാട്ടാ എന്നെ പാടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ വെറുപ്പിക്കുന്നില്ല. ആ പാട്ടാണ് എനിക്ക് ഇഷ്ടം. ക്വസ്റ്റ്യൻ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാന്ദ്ര ആണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഏട്ടന്മാരാണ് കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏട്ടന്മാരാണ് കൂടുതൽ ഇഷ്ടം. ടിക്ടോക്ക് ഓർ ഇൻസ്റ്റഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കൂടുതൽ ആക്റ്റീവ്. കാരണം ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ടിക്ടോക്ക് എന്ന ആപ്പിലൂടെയാണ് ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് ആണ് എപ്പോഴും ഫേവറേറ്റ്. ഓക്കെ. ഡേ ഓർ നൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഡേ ഓർ നൈറ്റ് ചോദിച്ചാൽ രണ്ടും ഇഷ്ടമാണ്. ഓരോ രാത്രിക്കും ഓരോ പകലുണ്ട്, ഓരോ പകലിനും ഓരോ രാത്രിയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഇഷ്ടമാണ്. അനുപാലേട്ടൻ ഓർ ജിനേഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്. റിസ്ക് ഏതും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ റിസ്ക് ഒന്നുമില്ല. ഞാൻ കുഞ്ഞേട്ടനോടാണ് കൂടുതൽ അടുപ്പം ഉള്ളത്. കുഞ്ഞേട്ടനോടാണ് കൂടുതൽ സംസാരിക്കാറും സങ്കടം പറയാറും എന്താ പറയുക സന്തോഷവും വാശിയും കുർത്തക്കടും എല്ലാം കുഞ്ഞേട്ടനോടാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞേട്ടനാണ് കൂടുതൽ ഇഷ്ടം. അതായത് അനുപാലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അബു ചേട്ടൻ ഓർ അംബരീഷ് ചേട്ടൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെയും കുടുംബകലഹം. ഞാൻ കൂടുതൽ കമ്പനി അംബരീഷ് ചേട്ടനെയാണ് ആദ്യം കണ്ടതും പരിചയപ്പെട്ടതും സംസാരിച്ചതും കമ്പനി ആയതും. പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്തതും എൻ്റെ എന്താ പറയുക ഹാപ്പിനെസ് ഷെയർ ചെയ്തതും അബുവിനോടാണ്. അതുകൊണ്ട് തന്നെ അബുവിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് അംബരീഷ് ചേട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. അംബരീഷ് ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് അവരെ ഇഷ്ടമാണ്. ബിച്ചു ചേട്ടൻ ഓർ തലപതി? തളപതിയോടുള്ളത് വിജയണ്ണനോടുള്ളത് ഒരു ഏട്ടനോടുള്ള സ്നേഹം, ഒരു ആരാധിക എന്ന നിലയിലുള്ള സ്നേഹമാണ്. ബിച്ചുവേട്ടനോടുള്ളത് ഒരു ലൈഫ് പാർട്ട്ണറിനോടുള്ള സ്നേഹം, ഒരു ലവറിനോടുള്ള സ്നേഹം, ഒരു എന്താ പറയുക പാരന്റിനോടുള്ള സ്നേഹം. അതാണ് ബിച്ചുവേട്ടനോടുള്ളത്. അപ്പോൾ രണ്ടും വേറെ വേറെ സ്നേഹമാണ്. അപ്പോൾ അത് ദിസ് ഓർ ദാറ്റിൽ എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. രണ്ടുപേരും എനിക്ക് ഉയരാണ്. ഫുഡ് ഓർ മൊബൈൽ? ഫുഡില്ലാതെ ഞാൻ ജീവിക്കില്ല കേട്ടാ. ഫുഡ് തന്നെയാണ്. ചോക്ലേറ്റ് ഓർ ടെഡി? രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അത് കമ്പയർ ചെയ്യല്ലേ ക്വീസ്. രണ്ടും ഇഷ്ടമുള്ള സാധനമാണ്. ക്യാറ്റ് ഓർ ഡോഗ്? ഡോഗ്. എൻ്റെ സാസനാണ് എനിക്കിഷ്ടം. കുഞ്ഞേച്ചി എപ്പോഴും ചോദിക്കും, റിപ്ലൈ ഇല്ല, ഇനി ചോദിക്കില്ല. ലച്ചൂസേ ഐ എം ബി സോറി അല്ലേ, എന്നെ കാണാത്തോണ്ടാണ് കേട്ടോളെ. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഫോൺ ഓർ ടി വി എന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് ടി വി കാണുന്നത് ഞാൻ കുറവാണ്. ഇവിടെ 5 വർഷം എന്തോ ടി വി വെച്ചിട്ടേ ഇല്ല. 5 വർഷമല്ല 4 വർഷം എന്തോ ടി വി വെച്ചിട്ടില്ല. ഇപ്പോൾ 2-3 മാസമായിട്ടാണ് ടി വി വെക്കാൻ തുടങ്ങിയത്. പിന്നെ ഇഷ്ടം ഫോൺ തന്നെയാണ്. ഫോണിനോടാണ് കുറച്ചും കൂടി എന്താ പറയുക ഇഷ്ടം. മൂവീസ് ഓർ ടി വി ഷോസ്? മൂവീസ്. കുളിക്കാതെ കല്യാണത്തിന് പോയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. കുളിക്കാതെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്. കാരണം മഴയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാവിലെ കുളിക്കാൻ മടിയാവും. അപ്പോൾ കാലുമ്പം കവിയിട്ട് പോകും. കാലുമ്പം കവിയിട്ട് പറഞ്ഞാൽ മുഖമൊക്കെ കഴുകി കാലൊക്കെ കഴുകി കൈയൊക്കെ കഴുകി അങ്ങനെ പോകാറുണ്ട്. കല്യാണത്തിനൊന്നും കുളിക്കാതെ പോയിട്ടില്ല. അനാമിക ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഒരു കമൻ്റ് ആണ്. എന്തോ അറിയില്ല കുഞ്ഞേച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാമിക താങ്ക് യു. വാട്ട് എവർ ഇറ്റ് മേ ബി യു ആർ സോ ക്യൂട്ട് സിസി. മേഘനയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ നെയിം ഒന്ന് പറയോ? എൻ്റെ ആഗ്രഹമാണ്, വലിയ ആഗ്രഹമാണ്. അരുണിമ. ഹായ് അരുണിമ. അരുണിമ 546 ആണ് കേട്ടോ. ഓഡി ഓർ BMW? ഇത് രണ്ടും
ഞാൻ യൂസ് ആക്കാത്ത വണ്ടിയാണ്. ഇത് രണ്ടും ഞാൻ ഇതുവരെ കാണാത്ത വണ്ടിയാണ്. ഇത് രണ്ടും ഞാൻ ഇതുവരെ കയറി ഇരിക്കാത്ത വണ്ടിയാണ്. സോ എനിക്ക് രണ്ടും അറിയില്ല എന്നല്ല, രണ്ടിൻ്റെയും ഫീൽ എന്താണെന്ന് എനിക്കറിയില്ല. രണ്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് ഉത്തരം പറയാൻ അറിയില്ല. വിജയ് ഓർ സൂര്യ? ഈ ക്വസ്റ്റ്യൻ എന്നോട് തന്നെ ചോദിക്കണം, ഒരു വിജയ് ആരാധിക്കയോട് തന്നെ ചോദിക്കണം ഗുയിസ്. വിജയ് അണ്ണൻ തന്നെയാണ് എനിക്കിഷ്ടം. ജങ്ക് ഫുഡ് ഓർ ഹോംലി? അങ്ങനെ ചോദിച്ചാല് രണ്ട് ഇഷ്ടം തന്നെ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ കറണ്ട് പോണത് എന്തൊരവസ്ഥയാണല്ലേ. മഴ ആയതുകൊണ്ട് കറണ്ട് പോയി, അതുകൊണ്ട് നമുക്ക് ബാക്കി ഇവിടെ വെച്ച് തുടരാം. ഓക്കെ, റെഡ് ഓർ ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ഇഷ്ടമാണ്, എന്നാലും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ആക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ആക്ടർ ഓൾവേസ് വിജയ് അണ്ണനാണ്. ഓക്കെ, ഫ്രണ്ട്സ് ഓർ വിച്ചേട്ടൻ? വിച്ചേട്ടനാണ് എനിക്കിഷ്ടം. ചേച്ചിയുടെ ഫേവറേറ്റ് സോങ്? അത് ഞാൻ പറഞ്ഞല്ലോ. റീൽസ് ഓർ മോജ്? യിപ്പി ഓർ മാഗി? ഇതിന് വേറെ പേരുണ്ടോയെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല. ഞാൻ എല്ലാത്തിനും മാഗി തന്നെ പറയല്. യിപ്പി ആയാലും നൂഡിൽസ് ആയാലും എല്ലാത്തിനും മാഗി തന്നെ പറയല്. എനിക്കിഷ്ടം മാഗി തന്നെയാണ്. വിച്ച് ഓർ കിച്ചു? വിച്ചേട്ടായി. വിച്ചേട്ടൻ ഓർ വിച്ചേട്ടൻ്റെ അമ്മ? വിച്ചേട്ടൻ. നോൺ വെജ് ഓർ വെജ്? നോൺ വെജ്. അഖിലേട്ടൻ ഓർ സ്റ്റീവ്? അഖിലേട്ടനോടാണ് ഞാൻ കമ്പനി. സോ അഖിൽ CJ ചേട്ടനെയാണ് ഇഷ്ടം, അതായത് അക്കിച്ചനെയാണ് എനിക്കിഷ്ടം. ആൻസിന്ദു ഓർ അഞ്ചൽ വി ഡൊമിനിക്? ആൻസിന്ദു. കിച്ചേട്ടൻ ഓർ ജിത്തുവേട്ടൻ? കിച്ചേട്ടൻ. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? എനിക്കൊരു ചേട്ടനുണ്ട്, അഭിനന്ദ് അശോക്. ബിരിയാണി ഓർ സദ്യ? രണ്ട് ഇഷ്ടമാണ്, എന്നാലും ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ എനിക്ക് സദ്യ, ഇതിൽ രണ്ടിലും നോക്കുമ്പോൾ സദ്യയാണ് ഇഷ്ടം. സദ്യക്ക് കുറച്ച് ചിക്കൻ കറി ആ മൂലക്ക് വെച്ചാൽ പൊളിയായിരിക്കും ഇടാം. ചിക്കൻ ബിരിയാണി ഓർ കപ്പ ആൻഡ് ഫിഷ് കറി? കപ്പ ആൻഡ് ഫിഷ് കറി. സാഡ് ഓർ ഹാപ്പി? കറൻറ്റ് മൂഡ്. എൻ്റെ മൂഡ് കണ്ടിട്ട് തോന്നില്ലേ ഞാൻ ഹാപ്പിയാണ് ഗുയിസ്. ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. പിങ്ക് ഓർ ബ്ലാക്ക്? ബ്ലാക്ക്. മെനി കൺഗ്രാജുലേഷൻ? അതെന്തിനാണ് ഇപ്പം കൺഗ്രാജുലേഷൻ? അറിയില്ല കേട്ടോ. ഗോവ ഓർ മണാലി? മണാലി ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പോയ സ്ഥലമാണ് എനിക്കിപ്പോൾ ഇഷ്ടം. പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഇഷ്ടമാണ്, പക്ഷെ പോയ സ്ഥലത്തിൻ്റെ ഫീലല്ലേ നമുക്കറിയും. ഗോവയാണ് ഇഷ്ടം. അനുപാൽ കിച്ചോർ അഭിനന്ദ് അശോകൻ? അഭിനന്ദ് അശോകൻ. ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ? ഫ്രൂട്ട്സ്. ഫ്രണ്ട്സ് ഓർ ഹസ്ബൻഡ്? ഹസ്ബൻഡ്. ഇതിൻ്റെ ബ്രാക്കറ്റിൽ ലവർ എന്ന് കൊടുത്തിട്ടുണ്ട്, ലവറിനെയാണ് ഇഷ്ടം. പിന്നെ ചോദിച്ചിട്ടുള്ളത് വിച്ചു ചേട്ടനെ പറ്റി എന്തോ പറയാനുണ്ടല്ലോ എന്ന്. വിച്ചു ചേട്ടനെ പറ്റി എന്തോന്ന് പറയാനാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലപ്പാ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിട്ട് കേട്ടോ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്താം. ഇപ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസിന് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. കറണ്ടും പോയി, അപ്പോൾ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണ ആ ഫ്ലോ പോയി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് പൊളിക്കാട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ചാനലിൽ ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഷെയറും കൂടി ആക്കണം കേട്ടോ. എല്ലാവർക്കും ഇങ്ങനൊരു ചാനലുണ്ടെന്ന് എല്ലാവരോടും പറയണേ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ടാക്കുന്നതിന്. എന്താ പറയുക, എല്ലാ വീഡിയോയും സപ്പോർട്ടാക്കി എല്ലാവർക്കും താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താത്താ.